Welcome to the Sapphire Future Academy Board Booster series. Today we discuss the important topic differentiability. The last class we already discussed about continuity. Before we introducing the concept of continuous functions, we just recall what we have learned in class 11th, limits and derivatives. Limits and derivatives we limit of a function explain ചെയ്തു. അവിടെ നിന്ന് നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോയത്. അതിൽ നിന്നാണ് ആ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ എല്ലാ കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൾജിബ്ര കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്, ദെൻ വി കംപ്ലീറ്റഡ് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. നൗ വി ആർ കമ്മിങ് ടു ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഓഫ് കാൽക്കുലസ്, ഡിഫറൻഷ്യബിലിറ്റി. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ? എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം? നമ്മൾ ക്ലാസ് 11ൽ പഠിക്കുന്നുണ്ട്. ഡിഫറൻഷ്യബിലിറ്റിയുടെ മീനിങ് നമ്മൾ പറയുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ y = f(x) ഒരു പർട്ടിക്കുലർ പോയിന്റ് ഡിഫറൻഷ്യബിൾ ആവാനുള്ള കണ്ടീഷനാണ് നമ്മൾ റീകോൾ ചെയ്യുന്നത്. വി ജസ്റ്റ് മൂവിങ് ടു ദ ഡെഫിനിഷൻ. ആ ഡെഫിനിഷനിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡിഫറൻഷ്യബിലിറ്റി? ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഡൊമൈനിൽ ഒരു പോയിന്റ്, ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡൊമൈനും ഉണ്ട്, കോ ഡൊമൈനും ഉണ്ട്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടോ, അതിനുള്ള കണ്ടീഷൻ എന്താണ് എന്നാണ് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. Suppose f is a real function. f ഒരു റിയൽ ഫംഗ്ഷൻ ആണ്. ആൻഡ് c is a point in its domain. c എന്ന് പറയുന്നത് ആ ഫംഗ്ഷനിലെ ഡൊമൈനിലത്തെ ഒരു പോയിന്റ് ആണ്. ആ പോയിന്റിലെ ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടോ? ദ ഡെറിവേറ്റീവ് ഓഫ് f at c is defined by. അപ്പോൾ എഫിന്റെ ഡെറിവേറ്റീവ് c എന്ന പോയിന്റിൽ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? f dash c. We are writing like this. f dash c equal to limit h tends to 0 f of c plus h minus f of c divided by h. This is the definition of derivative of the function y equal to f of x at x equal to c, where c is a point in the domain of the function. With that definition, suppose f is a real function and c is a point in its domain, the derivative of f at c is defined by f dash c equal to limit h tends to 0 f of c plus h minus f of c divided by h. ഈ ക്വാണ്ടിറ്റിയാണ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ at x is equal to c. അപ്പോൾ ഡിനോട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വി നോ വെരി വെൽ y equal to f of x is the given function. The derivative is usually denoted by f dash x. y equal f of x ആണ് തന്നിട്ടുള്ള ഗിവൺ ഫംഗ്ഷൻ എങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ഡിനോട്ട് ചെയ്യുക f dash x or dy by dx എന്നാണ് എഴുതുക. ഡിഫറൻഷിയേറ്റിംഗ് y വിത്ത് റെസ്പെക്ട് ടു x എന്നുള്ള മീനിങ്ങിലാണ് dy by dx എന്ന് എഴുതുന്നത്. dy by dx ൻ്റെ അനദർ നൊട്ടേഷൻ, വേറെ നൊട്ടേഷനാണ് f dash x. Now we are coming to provide this limit exist. അപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി പറയുമ്പോൾ ലിമിറ്റ് ആകുമ്പോൾ നമുക്കറിയാം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ രണ്ട് കണ്ടീഷൻ ഉണ്ട്. LHL ഈക്വൽ ടു RHL. ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് LHD, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ LHD, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഷുഡ് ബി ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്. Provided this limit exists, derivative of f at c is denoted by f dash c or d by dx of f of x at x is equal to c. This is the another representation of f dash c. അപ്പോൾ f dash c നമുക്ക് f dash c എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം d by dx of f of x at the point x is equal to c. The function defined by f dash x. അപ്പോൾ ജനറൽ കേസ് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ആദ്യം x equal to c എന്ന് പറഞ്ഞ പോയിന്റിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ജനറലി y equal to f of x ഒരു ഗിവൺ ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ നമ്മൾ എന്താ ചെയ്യുക? ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ f dash x equal to limit h tends to 0 f of x plus h minus f of x by h. Wherever, ഇതാണ് f dash x ന്റെ കോമൺ ഡെഫിനിഷൻ ഇതാണ്. Wherever the limit exists is defined to be the derivative of f. ഇതിനെയാണ് ഡെറിവേറ്റീവ് ഓഫ് f എന്ന് പറയുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് d by dx of f of x നെയാണ് നമ്മൾ f dash x എന്ന് ഡിനോട്ട് ചെയ്യുക. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് f dash x? f dash x ന്റെ ഡെഫിനിഷൻ എന്താണ്? ലിമിറ്റ് h tends to 0 f of x plus h minus f of x divided by h. നമ്മൾ ഓൾറെഡി ക്ലാസ് 11ൽ
ഡെറിവേറ്റീവ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. അതിലെല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് ഡെറിവേറ്റീവ് സൈൻ എക്സ്, ഡെറിവേറ്റീവ് കോസ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ, ഇതൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നുണ്ട് യൂസിങ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. വി നോ വെരി വെൽ വാട്ട് ഈസ് ദ റിയൽ മീനിങ് ഓഫ് ഡെറിവേറ്റീവ്. അപ്പോൾ dy stands for difference in the variable y, dx stands for difference in the variable x. അപ്പോൾ ഒരു വാരിയബിളിലെ ചേഞ്ചിനെ വേറെ വാരിയബിൾ ചേഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഡിഫറൻസസ് എന്ന വാക്കിൽ നിന്നാണ് ഡിഫറൻഷിയേഷൻ എന്നുള്ള ആ വാക്കുണ്ടായത്. അപ്പോൾ ചേഞ്ച് ഇൻ വൺ വാരിയബിൾ വിത്ത് റെസ്പെക്ട് ടു അതർ വാരിയബിൾ. അപ്പോൾ നമ്മൾ ഡിഫറൻഷിയേഷൻ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? ദ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y with respect to x is generally known as derivative of y with respect to derivative of x എന്നാണ് നമ്മൾ പറയാറ്. അതിൽ നമ്മൾ എഴുതുക dy by dx എന്ന് എഴുതും. അപ്പോൾ ഒരു പോയിന്റിൽ, ഒരു ഡൊമൈനിലെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് ഡെറിവേറ്റീവ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിന് എഫ് ഡാഷ് സി എന്നാണ് പറയുന്നത്. എഫ് ഡാഷ് സി പറയുന്നത് ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡ് ബൈ എച്ച്. ഇനി ജനറലി ഒരു y = എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുള്ള കണ്ടീഷൻ എന്താ? dy by dx or f dash x equal to limit h tends to 0 f of x plus h minus f of x by h exist. ഈ വാല്യൂ, ഈ ക്വാണ്ടിറ്റി wherever this limit exists is defined to be the derivative of f. The derivative of f is denoted by f dash x or d by dx of f of x. If y = f of x, it's denoted by dy by dx or y dash. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവിന് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് നൊട്ടേഷൻസ് ആണ് പറയുന്നത്. y = f of x ആണെങ്കിൽ നമ്മൾ dy by dx എന്നാണ് എഴുതുക, ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സിന്, അല്ലെങ്കിൽ f dash x എന്നുള്ള നൊട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യാം. ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് കോൾഡ് ഡിഫറൻസിയേഷൻ. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിഫറൻസിയേഷൻ, ഡിഫറൻഷ്യബിലിറ്റി. വി ഓൾസോ യൂസ് ദ ഫ്രേസ് ഡിഫറൻഷിയേറ്റ് എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ടു മീൻ ടു ഫൈൻഡ് എഫ് ഡാഷ് എക്സ്. അപ്പോൾ y = എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താ? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. നമ്മൾ രണ്ട് സൈഡിലും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യണു എന്നുള്ള മീനിങ്ങിലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ dy by dx equal to d by dx of f of x എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് dy by dx equal to f dash x. ഈ f dash x നെയാണ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ ജനറലായിട്ട് പറയുന്ന പേരാണ് ഡിഫറൻസിയേഷൻ. അപ്പോൾ ഇതാണ് ഡിഫറൻസിയേഷൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഡിഫറൻഷ്യബിലിറ്റി ഓൾറെഡി നമ്മൾ ക്ലാസ് 11ൽ പഠിച്ചതാണ്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ടോപ്പിക്കിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ പ്ലസ് ടു സീരീസിൽ പ്രധാനമായിട്ട് വരുന്നത് ഡിഫറൻസിയേഷൻ്റെ അപ്ലിക്കേഷനാണ്. പ്രോബ്ലംസ് നമ്മൾ ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നു. ആദ്യം നമ്മൾ പഠിക്കുന്നത് ചെയിൻ റൂളാണ്. പിന്നെ നമുക്ക് പാരാമെട്രിക് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാനുണ്ട്, ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് ഉണ്ട്, പിന്നെ ഡെറിവേറ്റീവ് ഓഫ് വൺ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു അതർ ഫംഗ്ഷൻ, ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ ഇത്രയാണ്. നൗ വി ആർ ജസ്റ്റ് റീകോളിംഗ് ദ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് ഓഫ് ഡിഫറൻസിയേഷൻ. നമ്മൾ ക്ലാസ് 11ലാണ് ഡിഫറൻഷിയേഷൻ ആദ്യമായിട്ട് പഠിക്കുന്നത്. അതിൽ കുറേ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സെക്കൻഡ് ഇയർ വരുമ്പോൾ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഫോർമുലകൾ നമുക്കറിയണം. അപ്പോൾ ഡിഫറൻസിയേഷൻ്റെ എല്ലാ ഫോർമുലയും നമ്മളൊന്ന് റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്രോബ്ലം വന്നാലും ചെയ്യാനായിട്ട് എളുപ്പമാണ്. കാൽക്കുലസ് എന്നുള്ള ടോപ്പിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇഫ് യു നോ ദ ഫോർമുല യു ക്യാൻ സോൾവ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ജസ്റ്റ് റീകോൾ ദ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് ഇൻ ഡിഫറൻസിയേഷൻ. ഫസ്റ്റ് വൺ ഈസ് d by dx of x raised to n, ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു n. നമ്മളിതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ക്ലാസ് 11ൽ കണ്ടതാണ്. ആ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു n is given by n into x raised to n minus 1. സെക്കൻഡ് റിസൾട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ആണ്. കാരണം എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ dx by dx എന്ന് വരും. dx by dx, dx dx cancels, the value is 1. Then third one, ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ്.
ഒരു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ഉള്ള കാരണം എന്താ? ദർ ഈസ് നോ മോർ ചേഞ്ച്. കോൺസ്റ്റന്റ് ഈസ് ഓൾവേസ് ഫിക്സഡ്. ഇറ്റ് ഹാവ് നോ ചേഞ്ച് അറ്റ് ഓൾ. അപ്പോൾ ചേഞ്ച് ഇല്ലാത്തത് ഏത് ക്വാണ്ടിറ്റി വന്നാലും ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള പ്രോസസ്സ് ഉണ്ടാവില്ല. കാരണം ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൺ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു അതർ ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ഈക്വൽ ടു 0. ദെൻ ഫോർത്ത് റിസൾട്ട് d by dx of root x 1 by 2 root x. Derivative of root x. Root x in the formula 1 by 2 root x. Then fifth one, d by dx of e raised to x. This is known as exponential function e raised to x. Then sixth one, d by dx of a raised to x. A raised to x in the derivative in the a raised to x into log a. This is the formula for a raised to x where a greater than 1. Then seventh one, d by dx of log x. Log x or logarithmic function ആണ് 1 by x ആണ്. Derivative of d by dx of 1 by x is minus 1 by x square. Derivative of d by dx of 1 by x we explain minus 1 by x square. Derivative of sin x. d by dx of sin x is cos x. Derivative of d by dx of cos x is minus sin x. Then d by dx of tan x. 11th result, d by dx of tan x. Derivative of tan x is 6 square x. Then 12th one, derivative of cot x. What is the derivative of cot x? We already learned in 11th standard. Derivative of cot x is minus cosec square x. Minus cosec square x. Derivative of sec x. Secant x equal to secant x into tan x. Then derivative of cosecant x. d by dx of cosec x equal to minus cosec x into cot x. Very easily you can recall this formula of derivative of trigonometric function. Trigonometric function പ്രത്യേകത c വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ഡെറിവേറ്റീവിലും നെഗറ്റീവ് സൈൻ വരും. c എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി റിലേഷൻ. ഡെറിവേറ്റീവ് cos x is minus sin x. Derivative of cot x is minus cosec square x. Derivative of cosec x equal to minus cosec x into cot x. These are the important results we already discussed in 11th standard. 11th standard നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറെന്റ് റൂൾസ്. ഫസ്റ്റ് വൺ ഈസ് d by dx of u plus or minus v. രണ്ട് ഫംഗ്ഷൻ്റെ സമ്മോ ഡിഫറൻസോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ദിസ് റൂൾ. du by dx plus or minus dv by dx. എത്ര ടേംസ് ഉണ്ടായാലും നമുക്ക് ഡെറിവേറ്റീവ് കാണാൻ പറ്റും. കണക്റ്റിംഗ് ബൈ ദ സൈൻ പ്ലസ് ഓർ മൈനസ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു x പ്ലസ് ഓർ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് v വിത്ത് റെസ്പെക്ട് ടു x. അടുത്ത വി ആർ യൂസിങ് ദ വേർഡ് പ്രോഡക്റ്റ് റൂൾ. രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് വന്നാൽ by using the formula d by dx of u into v. This is known as product rule for differentiation. u into derivative of v plus v into derivative of u. This is known as product rule for differentiation. Then 17th result, quotient rule. Quotient rule. What is the quotient rule? When we differentiate the quotient of two function d by dx of u by v, we are using the formula v into du by dx minus u into dv by dx whole divided by v square. Now we are coming to inverse trigonometric functions. We already നമ്മൾ സെക്കൻഡ് ഇയർ ആദ്യം പഠിക്കുന്ന ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന രണ്ടാമത്തെ ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ദർ ആർ 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. d by dx of, we are writing here, d by dx of sin inverse x. Sin inverse x ന്റെ ഡെറിവേറ്റീവ് 1 by square root of 1 minus x square. This is the formula for derivative of sin inverse x. Then 19th result, derivative of cos inverse x. d by dx of cos inverse x equal to minus 1 by square root of 1 minus x square. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഓർത്താൽ മതി. സി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആയാലും അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ആൻസറിൽ മൈനസ് സൈൻ ഉണ്ടായിരിക്കും. ദെൻ 20th result, d by dx of tan inverse x equal to
1 by 1 plus x square. d by dx of cot inverse x. Cot inverse x ന്റെ ഫോർമുല c വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, minus 1 by 1 plus x square. Then d by dx of sec inverse x. Secant inverse x is given by the formula 1 by x into square root of x square minus 1. Then 23rd result, d by dx of cosec inverse x. C start with c, therefore you have minus 1 by x into square root of x square minus 1. These are the important results in differentiation of all functions. Just recall all the formulae, then very easily you can solve the topic. Any problem in differentiation, ഏത് പ്രോബ്ലം വന്നാലും if you know the basic formula അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ ഓരോ ടൈപ്പുകളുണ്ട്. ചെയിൻ റൂൾ ഉപയോഗിക്കുന്ന മെത്തേഡ് അറിയണം, പിന്നെ ലോഗരിതമിക് ഡെറിവേറ്റീവ് ഉണ്ട്, പിന്നെ പാരാമെട്രിക് ഫോം, ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ്, ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ്, അവിടെ എല്ലാം നമുക്കിത് ഹെൽപ്ഫുള്ളാണ്. പ്ലീസ് റീകോൾ ദ ഫോർമുല പഠിച്ച് നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെയധികം എളുപ്പമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫോർമുലയാണ് തറവാക്കേണ്ടത്. ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ടോപ്പിക് ഈസ് വെരി വെരി ഈസി. യു ക്യാൻ സോൾവ് എനി പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഈ ഫോർമുല പഠിച്ചു കഴിഞ്ഞ് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി കൻ അപ്രോച്ച് ദ പ്രോബ്ലംസ്. നമുക്ക് പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ വരുന്നത് ചെയിൻ റൂൾ ഫോർ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ ആദ്യം പോകുന്നത്. ചെയിൻ റൂളിലേക്ക്. എന്താണ് ചെയിൻ റൂൾ ഓർ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ? ഒരു ഫംഗ്ഷൻ്റെ അകത്ത് വേറെ ഫംഗ്ഷൻ വന്നാൽ ഹൗ വി ഡിഫറൻഷിയേറ്റ്, അതാണ് ചെയിൻ റൂൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്. ലെറ്റ് us explain what is chain rule. Chain rule എന്താ പറയുന്നത് നമുക്ക് നോക്കാം. Let f be a real valued function which is a composite of two given functions u and v. f is v composite u. f നെ നമ്മൾ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. f is equal to v composite u. Suppose t equal to t എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, u of x എടുക്കുകയാണ്, t equal to u of x, and if both dt by dx and dv by dt exist. dt by dx t നെ with respect to x ഡിഫറൻഷിയേറ്റ് ചെയ്യാം. dt by dx ഉം dv by dt എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ we have df by dx can be written as dv by dt into dt by dx. This is known as chain rule for ഡിഫറൻസിയേഷൻ. അപ്പോൾ ചെയിൻ റൂളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഇതാണ്. ഒരു ആദ്യത്തെ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, പിന്നെ ഉള്ളിലുള്ള ഫംഗ്ഷൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകുന്നു. ഇൻറ്റു ഇട്ടിട്ടാണ് ഓരോ ടൈം ബൈ ടൈമായി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ചെയിൻ റൂൾ. ചെയിനായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് ദിസ് റൂൾ ജനറലി നോൺ ആസ് ചെയിൻ റൂൾ ഓർ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. Now we are solving certain problems based on chain rule. Chain rule എങ്ങനെയാണ് പ്രോബ്ലംസ് നമ്മൾ ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോണേ. ഡിഫറൻഷിയേഷൻ by using chain rule or function of a function rule. This is the first question. Find the derivative of the function given by f of x equal to sin x square. അപ്പോൾ നമ്മൾ given function ഒബ്സർവ് ചെയ്യുക. f of x equal to sin of x square. സൈൻ ഓഫ് എക്സ് സ്ക്വയർ. രണ്ട് ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷനാണ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ. നമുക്കറിയാം സൈൻ ഓഫ് എക്സും അതുപോലെ എക്സ് സ്ക്വയറും അത് രണ്ടും കോമ്പോസിഷൻ ചെയ്താലാണ്, കോമ്പൗണ്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കോമ്പോസിഷൻ ഫംഗ്ഷൻസ് എന്നുള്ള മീനിങ് ജി കോമ്പോസിറ്റ് എഫ് അല്ലെങ്കിൽ ജി കോമ്പോസിറ്റ് എച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഫ് ഈക്വൽ ടു ജി കോമ്പോസിറ്റ് എച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഹിയർ ജി ഓഫ് എക്സ് ഈസ് ഗിവൺ ബൈ സൈൻ എക്സ് ആണ്, എച്ച് ഓഫ് എക്സ് ഈസ് ഗിവൺ ബൈ എക്സ് സ്ക്വയർ. ഈ രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷനാണ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ. ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേഷൻ ചെയ്യാൻ പോകുന്നത്, അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗിവൺ ഫംഗ്ഷൻ ഈസ് വി ആർ റൈറ്റിംഗ് ദ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ. അടുത്ത സ്റ്റെപ്പ് ഇതാണ്, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ എഴുതേണ്ടതാണ്. കാരണം നമുക്ക് ഗിവൺ ഫംഗ്ഷൻ ആദ്യം എടുത്തെഴുതുന്നു, നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഓപ്പറേറ്റർ ഡിഫറൻഷിയേഷൻ ഓപ്പറേറ്റർ ആയതുകൊണ്ട് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺ ബോത്ത് സൈഡ്സ് എന്നുള്ള സെൻറ്റൻസ് എഴുതേണ്ടത് അത്യാവശ്യമാണ്. ഡിഫറൻഷിയേഷൻ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ.
നമ്മുടെ ഫംഗ്ഷൻ സൈൻ ഓഫ് എക്സ് സ്ക്വയർ ആണ്. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്? അത് നമ്മൾ ഡിനോട്ട് ചെയ്യുക എഫ് ഡാഷ് എക്സ് എന്നാണ് എഴുതുക. ഡി വൈ ബൈ വൈ ആണെങ്കിൽ വൈ ഈക്വൽ എഫ് ഓഫ് എക്സ് എന്നാണ് എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്നാണ് എഴുതുന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് എഴുതും. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ നോക്കിയാൽ രണ്ട് ഫംഗ്ഷൻസ് ഇവിടെ ഉണ്ടെന്ന് അറിയാം. പുറത്ത് നിൽക്കുന്ന ഫംഗ്ഷൻ സൈൻ ആണ്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ. ഉള്ളിലുള്ള ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? യു ജസ്റ്റ് സപ്പോസ് ദാറ്റ് ദിസ് ഈസ് എക്സ്, ഈ രണ്ടാമത്തെ ഫംഗ്ഷൻ എക്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഫംഗ്ഷൻ എടുക്കുന്നത് സൈൻ എക്സ് എന്ന ഫോമിലാണ്. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എല്ലാവർക്കും അറിയാം, കോസ് എക്സ് ആണ്. അപ്പോൾ വി ആർ റൈറ്റിംഗ് കോസ് ഓഫ് വിച്ച് ഈസ് ദ ഫംഗ്ഷൻ ഹിയർ എക്സ് സ്ക്വയർ. അപ്പോൾ ഞാനിത് എക്സ് സപ്പോസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ദിസ് ഈസ് ഓഫ് ദ ഫോം സൈൻ എക്സ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ്. കോസ് എക്സ് നമ്മൾ എഴുതി, പക്ഷെ ഇവിടെ എക്സ് അല്ല, എക്സിന് സ്ഥാനത്ത് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. സൈൻ എന്നുള്ള ഫംഗ്ഷൻ്റെ റോൾ കഴിഞ്ഞു. ഇനി എന്താ ബാക്കിയുള്ളത്? എക്സ് സ്ക്വയർ ഉണ്ട്. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്താ? വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ? എക്സ് റൈസ് 10 ഫോം ആണ്, n into x raised 10 minus 1. So you will get the derivative of x square is 2 into x raised to 2 minus 1 to x raised to 1. അപ്പോൾ 2x ആണ്. അപ്പോൾ your answer is f dash x equal to 2x into cosine of x square. This is your answer. അപ്പോൾ ഇങ്ങനെ ഡിഫറൻഷിയേഷൻ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ചെയിൻ റൂൾ ഫോർ ഡിഫറൻഷിയേഷൻ ഓർ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. എത്ര ഫംഗ്ഷൻ വന്നാലും ആദ്യം പുറത്തുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എഴുതുക, ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ, ഇൻറ്റു മൂന്നാമത്തെ ഫംഗ്ഷൻ ഡെറിവേറ്റീവ്. അങ്ങനെ എത്ര ഫംഗ്ഷൻസ് ഉണ്ടോ അത്രയും ഡെറിവേറ്റീവ് ഇൻറ്റു ചെയ്ത് പോവുകയാണെങ്കിൽ ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ചെയിൻ റൂൾ ഫോർ ഡിഫറൻഷിയേഷൻ ഓർ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. Now we are moving to second question. Find the derivative of tangent of tan of 2x plus 3. We are starting like this. Let y equal to tan of 2x plus 3. Y equal to tan of 2x plus 3 എടുത്ത് എഴുതി. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, ഏത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഏത് ഓപ്പറേഷനാണ് നമ്മൾ ചെയ്യുന്നത്, വി ഹാവ് ടു റൈറ്റ് ഇൻ വേ. എന്താണ് അവിടെ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് നമ്മൾ ഇവിടെ എഴുതണം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും നമ്മൾ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുന്നു, ഡി ബൈ ഡി എക്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ യു വിൽ ഗെറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഓഫ് 2x plus 3. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മൾ y ഈക്വൽ ടു ടാൻ ഓഫ് 2x plus 3 നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഡി വൈ ബൈ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഡി വൈ ബൈ എക്സ് ആണ് കിട്ടുക. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്ത രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷനാണിത്. ടാൻ ഓഫ് എക്സും അതുപോലെ 2x plus 3, അതിൻ്റെ കോമ്പോസിഷൻ എടുക്കുമ്പോഴാണ് ടാൻ ഓഫ് 2x plus 3 വരിക. അതുകൊണ്ട് ഫസ്റ്റ് ഫംഗ്ഷൻ ഏതെന്ന് നോക്കി അറിയുന്നത് ടാൻജൻ്റ് ആണ്. നിങ്ങളിത് എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ 2x plus 3 ആണ്. പ്ലീസ് സപ്പോസ് ദാറ്റ് 2x plus 3 is x. അപ്പോൾ ദിസ് ഈസ് ഓഫ് ദ ഫോം ടാൻ എക്സ്. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ്? sec square x. സോ യു ക്യാൻ റൈറ്റ് sec square 2x plus 3 എന്ന് എഴുതി ഇൻറ്റു. ഇപ്പോൾ ടാൻ്റെ റോള് കഴിഞ്ഞു, ടാൻ എന്നുള്ള ഫംഗ്ഷൻ റോൾ കഴിഞ്ഞു, നമ്മൾ ടാൻ ഡെറിവേറ്റീവ് എഴുതി കഴിഞ്ഞു. ഇനി ഏതാണ് ബാക്കിയുള്ള ഫംഗ്ഷൻ? 2x plus 3. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് 2x plus 3? 2x plus 3 ഡെറിവേറ്റീവ് വരിക 2 ഇൻറ്റു 2 കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡി ബൈ ഡി എക്സ് ഓഫ് കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറ്? കെ ടേക്ക് ഔട്ട് സൈഡ്, കെ പുറത്തേക്ക് എടുക്കുക, ഇൻറ്റു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഴുതാം ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ദിസ് ഇസ് ദ റൂൾ. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്യാണ്. 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ് നമുക്കറിയാം, പ്ലസ് 3 is a constant, its derivative 0. So you get the answer. What is the answer here? sec square 2x plus 3 into 2 into 1 2, 2 plus 0 2, 2 വരും. ഈ 2 നമുക്ക് ആദ്യം എഴുതാം. So your answer is 2 sec square 2x plus 3 is the answer. This is another example for applying chain rule or function of a function rule directly in this manner. ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്രോബ്ലം നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. എത്ര ഫംഗ്ഷൻസ് ഉണ്ടെങ്കിലും ഏറ്റവും പുറത്ത് നിൽക്കുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആദ്യം എഴുതുന്നു, രണ്ടാമത്തെ ഫംഗ്ഷനിൽ രണ്ടാമത് എഴുതുക, മൂന്നാമത്തെ ഫംഗ്ഷൻ മൂന്നാമത് എഴുതുക. എല്ലാ ഫംഗ്ഷനും ഡെറിവേറ്റീവ് എഴുതിയിരുന്ന് ഉറപ്പ് വരുത്തുക. അതിനെ പറയുന്ന പേരാണ് ചെയിൻ റൂൾ ഫോർ ഡിഫറൻഷിയേഷൻ ഓർ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് പ്രോബ്ലം. Differentiate sine of cosine of x square with respect to x. നേരത്തെ ചെയ്ത രണ്ട് പ്രോബ്ലത്തിലും രണ്ട് ഫംഗ്ഷന്റെ കോമ്പോസിഷൻ വന്നിരുന്നത് അല്ലേ? ഇവിടെ 3 ഫംഗ്ഷൻ വരുന്നുണ്ട്. എത്ര ഫംഗ്ഷൻ വന്നാലും നമുക്ക് ഡെറിവേറ്റീവ് കാണാൻ സാധിക്കും.
by using the concept of chain rule. Chain rule എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓവർ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഴുതുന്നു, ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ്, ഇൻറ്റു തേർഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ്. ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. Given that y equal to sine of cosine of x square. Here there are, please observe that there are 3 functions. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യണം എത്ര ഫംഗ്ഷൻസ് ഉണ്ടോ നമ്മൾ നോക്കണം. അത്ര ഫംഗ്ഷൻസ് ഉണ്ടോ അത്രയും ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്, ഡിഫറൻഷിയേഷൻ കൂടി ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ കറക്റ്റ് ആൻസറിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ അടുത്ത പ്രോസസ് എന്താ? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. സോ യു വിൽ ഗെറ്റ് dy by dx equal to d by dx of sine of bracket cosine of x square. That is dy by dx equal to, ഇവിടെ 3 ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് ഒക്കെ ചെയ്താൽ മനസ്സിലാവും അല്ലേ. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ, ഏറ്റവും പുറത്ത് നിൽക്കുന്ന ഫംഗ്ഷനാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണേണ്ടത്, ഇൻറ്റു സെക്കൻഡ് കൊസൈൻ, തേർഡ് എക്സ് സ്ക്വയർ. ദിസ് ഈസ് ദ വേ വി ആർ സോൾവിങ് ദ പ്രോബ്ലംസ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിഫറൻഷിയേഷൻ്റെ ഫോർമുല അറിയുന്ന ഏതൊരാൾക്കും നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സൈൻ ഓഫ്, ഇത് തൽക്കാലം എക്സ് എന്ന് വിചാരിക്കുക, സൈൻ ഓഫ് എക്സ് അല്ലേ. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ്. അപ്പോൾ യു ആർ റൈറ്റിംഗ്, അപ്പോൾ ഇത് കംപ്ലീറ്റ് തൽക്കാലം എക്സ് സപ്പോസ് ചെയ്യാണ്. അപ്പോൾ സൈനിന്റെ ഡെറിവേറ്റീവ് നമ്മൾ ആദ്യം എഴുതുന്നത്. അപ്പോൾ കൊസൈൻ ഓഫ് ബ്രാക്കറ്റ് കോസ് എക്സ് സ്ക്വയർ. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇൻറ്റു, ഇപ്പോൾ സൈൻ്റെ റോള് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന, ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു സൈൻ ഓഫ് കൊസൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്നാണ് ചോദ്യം. ഇപ്പോൾ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഞാൻ സൈൻ്റെ നമുക്ക് ആവശ്യമില്ല. കോസ് ഓഫ് കൊസൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞു. അടുത്ത ഫംഗ്ഷൻ ഒക്കെ അറിയുന്നത് നോക്കാം, കോസ് ആണ്. അപ്പോൾ സപ്പോസ് ദാറ്റ് ദിസ് ഈസ് ഓഫ് ദ ഫോം കോസ് എക്സ് സ്ക്വയർ. കോസ് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ് സ്ക്വയർ. വി ആർ റൈറ്റിംഗ് ഡെറിവേറ്റീവ് ഓഫ് കൊസൈൻ minus sin x square. Our second function is also completed. Now third, we are moving to third function. What is third function? X square. What is the derivative of x square? 2x. So your final answer is, here negative sign is there, minus 2x cos of cos x square into sin of x square. This is the answer to this question. ഇവിടെ 3 ഫംഗ്ഷനാണ് ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത. ദർ ആർ 3 ഫംഗ്ഷൻസ്, 3 ഡെറിവേറ്റീവ് ഉണ്ടാവണം. 3 തവണ നമ്മൾ ഡെറിവേറ്റീവ് ചെയ്തിട്ടുണ്ട്, ഇൻറ്റു ഇട്ടിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യം ഏറ്റവും പുറത്തുനിൽക്കുന്ന ഫംഗ്ഷൻ, പിന്നെ സെക്കൻഡ് ഫംഗ്ഷൻ, പിന്നെ തേർഡ് ഫംഗ്ഷൻ, അങ്ങനെ ഡെറിവേറ്റീവ് കണ്ട് ഇൻറ്റു ഇട്ടിട്ട് പോവുക. മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ഡൺ ഓൾ ദ ഡെറിവേറ്റീവ്സ്, എല്ലാ ഡെറിവേറ്റീവ്സ് എഴുതിയെന്ന് ഉറപ്പുവരുത്താം. നൗ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് സീക്കൻഡ് ഓഫ് ടാൻ റൂട്ട് എക്സ് with respect to x. ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. let y equal to secant of bracket tan of root x. but this is of the form secant x എന്നുള്ള ഫോമിലാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലാവും. there are 3 functions, secant x ഉണ്ട്, tan x ഉണ്ട്, root x ഉണ്ട്. അപ്പോൾ 3 ഫംഗ്ഷന് കോമ്പോസിഷൻ ആണ്. 3 ഫംഗ്ഷൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ 3 ഡെറിവേറ്റീവ് അതിൽ ഉണ്ടായിരിക്കുന്ന ഉറപ്പാണ്. Differentiating with respect to x, this is the process. Differentiating with respect to x on both sides. Differentiating നമ്മൾ with respect to x. dy by dx equal to, this is of the form secant x. നമുക്കറിയാം d by dx നമ്മൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരിക. d by dx of secant of bracket tan of root x. That is, you will write dy by dx equal to, the first function is secant, tan second function, root x third function. അപ്പോൾ 3 ഫംഗ്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. 3 ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എഴുതണം ചെയിൻ ബൈ ചെയിൻ ആയിട്ട്. ആദ്യം secant x എന്ന് വിചാരിക്കുക, secant x ഫോം ആണ്. secant x ഡെറിവേറ്റീവ് നമുക്കറിയാം, secant x into tan x ആണ്. അപ്പോൾ ഇവിടെ വരിക secant of tan root x into tan of tan root x. We are supposing this function as x. ഇത് കംപ്ലീറ്റ് എക്സ് എന്ന് സപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ secant x എന്നുള്ള ഫോമിലായി. secant x ഡെറിവേറ്റീവ് secant x into tan x. പക്ഷേ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ tan root xും ഇവിടെയും tan root x വരും. അപ്പോൾ ഐ തിങ്ക് sec x എന്നുള്ള ഫംഗ്ഷൻ്റെ റോള് കഴിഞ്ഞു, അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതി കഴിഞ്ഞു നമ്മൾ. into, now we are moving to second function. tan root x ആണ് സെക്കൻഡ് ഫംഗ്ഷൻ. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് tan x?
ടാൻ എക്സിൻ്റെ ഫോർമുല നമുക്കറിയാം 6 സ്ക്വയർ എക്സ് ആണ്. അപ്പം ടാൻ എക്സ് സപ്പോസ് ചെയ്തു. അപ്പോൾ വി ഹാവ് 6 സ്ക്വയർ. പക്ഷേ എക്സിൻ്റെ പ്ലേസിൽ റൂട്ട് എക്സ് ആയതുകൊണ്ട് യു ഹാവ് ടു റൈറ്റ് 6 സ്ക്വയർ റൂട്ട് എക്സ് എന്ന് എഴുതണം. അപ്പോൾ 6 സ്ക്വയർ റൂട്ട് എക്സ്. നൗ ടാനിൻ്റെ റോളും കഴിഞ്ഞു. നൗ ദ ലാസ്റ്റ് ഫംഗ്ഷൻ ഈസ് റൂട്ട് എക്സ് ആണ് ഇനി ബാക്കിയുള്ളത്. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്? ഇൻറ്റു 1/2 root x. Derivative of root x is 1/2 root x. Make sure that we completed all the three functions. Derivatives എല്ലാം 3 എഴുതിയിട്ടുണ്ട്. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ that is the final answer. So we have the answer dy by dx equal to sec tan root x into tan root x into sec square root x whole divided by 2 root x is the answer. ഇതിൽ നിന്ന് ക്യാൻസൽ ചെയ്യാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. This is the final answer. Secant of tan root x into tan of tan root x into sec square root x whole divided by 2 root x. This is the answer to any type of these questions. We can do it by using the rule of chain rule or function of a function. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് റീകോൾ ദ ഫോർമുല, ജസ്റ്റ് അപ്ലൈ ദ കോൺസെപ്റ്റ് ഇമ്മീഡിയറ്റ്ലി. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. സോ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ യു. ഇഫ് യു ബൈ ഹാർട്ട് ദ ഫോർമുല യു ക്യാൻ സോൾവ് ഇറ്റ്. സോ ഇൻ ദിസ് വീഡിയോ, ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്ത് വാട്ട് ഈസ് ദ റിയൽ മീനിങ് ഓഫ് ഡിഫറൻഷ്യബിലിറ്റി. ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻസസ് എന്ന വാക്കിൽ നിന്നാണ് ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടായത്. അപ്പോൾ നമ്മൾ സാധാരണ മാത്തമാറ്റിക്സിൽ dy by dx എഴുതി കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത് ഡിഫറൻസ് ഇൻ ദ വാരിയബിൾ y ഡിവൈഡ് ബൈ ഡിഫറൻസ് ഇൻ ദ വാരിയബിൾ x. അപ്പോൾ ഡിഫറൻസിയേഷൻ നമ്മൾ പറയാ ദ റേറ്റ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൺ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു അതർ ക്വാണ്ടിറ്റി. വേറെവർ ദർ ഇസ് ചേഞ്ച്, എവിടെയൊക്കെയാണ് ഒരു ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുക, ആ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു അനദറായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വി ക്യാൻ ടോക്ക് അബൌട്ട് ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 11th പഠിച്ച ഡെഫിനേഷനിൽ നിന്നാണ് വാട്ട് ഈസ് ദ റിയൽ മീനിങ് ഓഫ് ഡിഫറൻഷ്യബിലിറ്റി ഓഫ് എ ഫംഗ്ഷൻ. y = f(x) ഡിഫറൻഷ്യബിൾ ആവുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. dy by dx = ലിമിറ്റ് h ടെൻഡ്സ് ടു 0 f(x + h - f(x) by h exist. ഇതിനെയാണ് ഡിഫറൻഷിയേഷൻ എന്നുള്ള ഡെഫിനേഷനിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ ഡിഫറൻഷിയേഷനിൽ നമ്മൾ ഈ സെക്കൻഡ് ഇയർ ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോളോ ചെയ്യുന്നത് മെനി മെത്തേഡ്സ്. ഡിഫറൻഷിയേഷന് പല പല മെത്തേഡുകളുണ്ട്. അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന മെത്തേഡാണ് ചെയിൻ റൂൾ ഓർ എ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. അപ്പോൾ ഒന്നിലധികം ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് കാണുന്നതിനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ചെയിൻ റൂൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ ഉപയോഗിക്കുന്നു. എത്ര ഫംഗ്ഷൻസ് വന്നാലും, എത്ര ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷൻ വന്നാലും വി ക്യാൻ അപ്ലൈ ദ ഡെറിവേറ്റീവ് dy by dx എന്നുള്ള ഡിഫറൻഷിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ചെയിൻ ബൈ ചെയിൻ ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോവുക, ഇൻഡ്യൂട്ടിട്ട് ഡെറിവേറ്റീവ് കൊണ്ടിട്ട് എല്ലാ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ചെയ്യുന്ന ഉറപ്പ് വരുത്തുക. എങ്കിൽ ആ പ്രോസസ്സ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് നോൺ ആസ് ചെയിൻ റൂൾ ഓർ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ.